നമസ്കാരം. ഹരേ കൃഷ്ണ. അപ്പം എല്ലാ ഗുരുക്കന്മാരോടും നന്ദി പറയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പം രാത്രി 12 മണിയാണ്. നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ഗുരുതിയൊക്കെ തൊഴുത് വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടയർഡാണ്. ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി നാളെ സമയം ഉണ്ടാവില്ല. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇന്നൊരു കുട്ടീനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അസുഖം എന്താണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുട്ടി വളരെയധികം കൺഫ്യൂസ്ഡാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ അവർക്കൊരു കുഞ്ഞ് മകളും ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കൺസേൺ ആണ്. ഇനിയിപ്പോൾ വല്ല ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടീനെ തന്നെ വിളിച്ചിട്ട് കുട്ടിയുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ കുട്ടിക്ക് എന്താ പറയുക, അഡ്വൈസ് കൊടുക്കാനോ അങ്ങനെയൊന്നും നമ്മളൊന്നും ആരുമല്ല, അതിനൊന്നും നമ്മളൊന്നും ആയിട്ടുമില്ല. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ അത് കേൾക്കാൻ ഒന്ന് കാതോർക്കാൻ ഒരു സമയം കൊടുത്തു. അതായത് എല്ലാം അനുകൂലമായിട്ട് വന്നപ്പോൾ അങ്ങനെ അത് നമുക്കെപ്പോഴും വിഷമങ്ങൾ വരുമ്പോൾ ഒരാൾ കേൾക്കാനുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്നൊരു കാര്യമാണല്ലേ. എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഒരാളെ കേൾക്കാൻ കഴിയുക എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു നിയോഗം തന്നെ ആയിരിക്കും. അപ്പോൾ കേൾക്കാൻ സാധിച്ചു. എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് ഉത്തരം പറയാനും സാധിച്ചു, ആശ്വസിപ്പിക്കാൻ സാധിച്ചു. അതിന് യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇപ്പോൾ ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്ക് ലൈഫിലൊരു സ്ട്രഗിളായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്ന ഒരു സംശയം, അതായത് ക്യാൻസർ ആണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഏത് നിമിഷവും എന്തും സംഭവിക്കുമോ, ഫൈനൽ സ്റ്റേജ് ആണോ, അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ ആ കുട്ടിയുടെ. അപ്പോൾ ഈ പല ഡോക്ടേഴ്സും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു തവണ നോക്കുന്ന റിപ്പോർട്ടായിരിക്കില്ല പിന്നീട് വരുന്നത്. മൊത്തത്തിൽ ആൾ കൺഫ്യൂസ്ഡാണ്. അപ്പം കുട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറിയുടെ ഉള്ളിൽ അടച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും ഓരോരോ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. അത് അസുഖത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലവർക്ക് ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെയായിരിക്കാം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? എല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ജന്മത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് എന്തിനാ? ഈ ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തിനാ? നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിലിരിക്കട്ടെ, നാരായണീയം വായിക്കുക, അങ്ങനെയുള്ളൊരു ഭക്തി മാർഗത്തിലൂടെ പോകേണ്ടവർ ആ ഒരു മാർഗം സ്വീകരിച്ചോട്ടെ, ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് സ്വീകരിച്ചോട്ടെ. പക്ഷേ എല്ലാത്തിനേക്കാളും ഉപരി ഒന്നുണ്ട്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കുറേ കർമ്മഫലങ്ങൾ നമ്മൾ ഈ ജന്മത്തിലൂടെ അതൊക്കെ ആ കർമ്മപാപങ്ങളൊക്കെ എറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവർ കൂടിയാണ്. നമ്മൾ പലപ്പോഴും അതൊക്കെ മറന്നു പോകുന്നു. നമ്മുടെ ലൈഫിലൊരു സ്ട്രഗിൾ വന്നാൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് പോകുന്നു, അവരുടെ അടുത്തേക്ക് പോകുന്നു, ഇങ്ങനെ ഓട്ടത്തിലാണ് മനുഷ്യർ. ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആക്സെപ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഗുരുക്കന്മാരൊക്കെ ക്ഷമിക്കുക. എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ്. അക്സെപ്റ്റ് ചെയ്യുക മനസ്സുകൊണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സമർപ്പിക്കുക. മനസ്സ് തുറന്ന് ഭഗവാനിലേക്ക്, ഏത് മൂർത്തിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ചൈതന്യത്തിലേക്ക് സമർപ്പിക്കുക. എല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പോൾ അതിലേക്ക് സമർപ്പിക്കുക. അതിനുശേഷം എന്താ വേണ്ടത്? അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു വിഷയം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും 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 ആ സിറ്റുവേഷൻസിൻ്റെ പല വേർഷനിൽ പല രീതിയിൽ അത് നമ്മളെ വീണ്ടും വീണ്ടും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു തവണ നമ്മൾ ആ ലെസൺ പഠിച്ചു,
ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം അല്ലേ. നമ്മൾ ഈ ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത് മാനസികമായിട്ടും അതേപോലെ നമ്മുടെ ആത്മബലമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിലേക്കുള്ളൊരു ചവിട്ടുപടി കൂടെ ആയിരിക്കണം. അതിപ്പോൾ ഞാൻ എൻ്റെ ഒത്തിരി ചാനലിലൊക്കെ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കും വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അഹങ്കാരിയും ഏറ്റവും വലിയൊരു ദുർമാർഗം സ്വീകരിച്ച് എന്താ പറയുക, ദുർമാർഗം മീൻസ് ഏറ്റവും വലിയൊരു അഹങ്കാരവും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സംഭവമായി തീർന്നേനെ ഞാൻ. മേ ബി ശരിയായിരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അടിച്ച് നിലംപരിശാക്കി അത്രയും രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഉടച്ചെടുത്ത് വറുക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു അവസ്ഥ വന്നത് കൊണ്ടിട്ടാണ് ഇത്തിരിയെങ്കിലും ഒരു ബോധം, ഒരു വെളിച്ചം എന്ന് പറയുന്ന സാധനം തലയുടെ ഉള്ളിൽ കൂടി പോകുന്നത്. ഇതൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കംഫർട്ട് സോണിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ സംസാരശൈലി മേ ബി ഇങ്ങനെ ആയിരിക്കില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയും ഞാൻ തന്നെയാണെന്നുള്ളൊരു ബോധം ചിലപ്പോൾ എന്നിൽ ഉണ്ടാവണമെന്ന് പോലുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയാണ്. മുമ്പിലിരിക്കുന്നവരാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ്. അത് ആ ഒരു ബോധതലം നമ്മളിലേക്ക് വന്നതും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന എല്ലാവിധ പരീക്ഷണങ്ങളെയും നേരിടുക, എല്ലാവിധ സാഹചര്യങ്ങളെയും നമ്മൾ മുമ്പിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ആ കുട്ടീനോട് പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു തിരുമേനിയുണ്ട്, അദ്ദേഹം ഒരു ജ്യോത്സ്യനുണ്ട്. അപ്പം അദ്ദേഹം ജാതകം അയച്ചു കൊടുത്തു ഈ കുട്ടി. ഇപ്പോൾ ജാതകം നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു അത്രേ, അദ്ദേഹം വലിയൊരു സിദ്ധനായിരിക്കാം മേ ബി. അപ്പം അദ്ദേഹം ചോദിച്ചു അത്രേ, നിങ്ങൾക്ക് ശരീരത്തിൽ ഇന്ന ഇതിൽ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ, ജാതകവശാൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്കത് വ്യക്തമാണ്, മനസ്സിൽ ഈശ്വരൻ തോന്നിപ്പിച്ചതാണ്. കാരണം തീർച്ചയായിട്ടും പൂർവ്വജന്മത്തിലുള്ള പാപങ്ങളായിരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ജന്മം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കടന്നു തന്നെ പോകാൻ പറ്റുള്ളൂ. വേറൊരു ഷോർട്ട് കട്ട്സും നമുക്കതിലില്ല. പിന്നെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇപ്പോൾ ഇന്നിപ്പോൾ അസുഖമില്ലാതിരിക്കുന്ന, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതിരിക്കുന്ന മനുഷ്യർ നാളെ രാവിലെ ഉണരുമെന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലല്ല. അപ്പം അങ്ങനെ ഉറപ്പില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാളെ ഉണരുവോ ഇല്ലയോ, എന്താ സംഭവിക്കുന്നത്, ഏതാ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ രൂപം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, നമുക്ക് കൈകാലുകളൊക്കെ ഇപ്പം അനക്കാൻ പറ്റുന്നുണ്ട്, നാളെ ഇതിന് പറ്റുമോ, നമുക്കൊന്നും അറിയില്ല. അപ്പം എല്ലാം സമർപ്പിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ രാവിലെ എഴുന്നേൽക്കുന്നു, ഭാഗ്യം. പക്ഷേ ഓൾറെഡി ഇങ്ങനെ അസുഖമുള്ളവർ നമ്മൾ എപ്പോഴും പറയാനൊക്കെ എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു കാര്യം വിചാരിക്കുക, ഏറ്റവും ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക, ഈശ്വരനോട് ഞാൻ വിചാരിക്കുന്നത് അത്രയും വൈകി ഞാൻ കണക്റ്റായി എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഒരു രീതിയിലുള്ള ഒന്നുമില്ലാത്തൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ആ ഒരു അനുഭവം അനുഭവിക്കാൻ പറ്റി എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളമെങ്കിലും ആ ഒരു അറിവ് ഭഗവാനിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നെക്കാളും എത്രയോ ഉയർന്ന ദിവ്യ സ്വരൂപരായിട്ടുള്ള ആത്മാക്കളായിരിക്കും നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ. നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പം അതിന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് മുറിയിൽ അടച്ച് ഇരിക്കുകയല്ല വേണ്ടേ. ആ കുട്ടിക്ക് അതിൻ്റെ കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല അത്ര. അപ്പോൾ നാളെ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റന്നാൾ മരിച്ചു പോകും, ഇങ്ങനെയുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ എന്താണെന്നുള്ളത് പരിപൂർണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞനുജത്തിയോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, എല്ലാവരുടെ ജീവിതവും ഇങ്ങനെയാണ്, നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. അപ്പോൾ ഇങ്ങനെ അറിയില്ലാത്ത സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് പ്രകാശമാകുക. നമ്മുടെ തിരുനാളം ഇന്നല്ലെങ്കിൽ നാളെ അത് അണയാൻ പോവുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനെ പോലും ഇല്ലായിരിക്കും, നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളുള്ള സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക, നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ കരുതലും സ്നേഹമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതേപോലെ നമ്മുടെ
കൂടെയുള്ളവർക്കാണെങ്കിലും. അതേപോലെ ഈശ്വരൻ ചിലരിലേക്ക് ചില നിയോഗം പോലെ ചില കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നൊരു കാര്യമല്ല ഈ ഒരു മീഡിയ ഫീൽഡ്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കുണ്ടായ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്പയറിങ് ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ ജീവിതം മാറുമെന്നുള്ളതൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഒരു ദിവസം ഭജന ഇരിക്കുമ്പോൾ ഭഗവാനോട് എന്താണ് ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്ന് ചോദിച്ച്, എൻ്റെ കടമകൾ എന്താണ് ഞാൻ നിർവഹിക്കേണ്ടത് എന്ന് ഞാൻ ചോദിച്ച് അലമുറയിട്ട് കരഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് തന്ന റിസൾട്ടാണ് അബാക് മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ എൻ്റെ നിയോഗമായിരിക്കാം അത്. അപ്പോൾ ആ നിയോഗം അതായതുകൊണ്ടിട്ട് പല മീഡിയ വഴി എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ ഭഗവാനിലേക്ക് ഷെയർ ചെയ്യണു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടിട്ട്. ഇതം ന മമ എന്ന് പറയുന്ന പോലെ അതൊന്നും ഞാനല്ല ചെയ്യണേ. ആ സമയം ഭഗവാൻ എന്ത് പറയാൻ പറയുന്നു അത് നമ്മൾ പറയണു, ഭഗവാൻ എന്താണോ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അത് പറയണു. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഒന്നും 1000 ഇരട്ടി ഇനിയും കിടക്കുന്നുണ്ട്, നെഞ്ചിലിങ്ങനെ കിടന്ന് വിങ്ങാണ്. അപ്പോൾ പറയാനൊരു അവസരം വരുമ്പോൾ അതൊരു അണപെട്ടി ഒഴുകണ പോലെ എല്ലാം വരും. കേൾക്കാൻ നിയോഗമുള്ളവർ കേൾക്കും, പക്ഷെ അത് ഭഗവാന്റെ നിശ്ചയമാണ്, അതുറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ ആലോചിക്കുക. എവിടെയോ കിടക്കുന്ന ഒരു ഗായത്രിക്ക് അതിനുള്ള നിയോഗം ഉണ്ടായി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ കൺഫ്യൂസിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത ലെവലിൽ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കണു. കാരണം രാത്രി ഇത്ര നേരമായില്ലേ, കുറച്ച് ശബ്ദത്തിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ അപ്പുറത്തെ റൂമിൽ ഉറങ്ങാണ്. അപ്പോൾ എനിക്ക് ആ കുട്ടിയോട് മാത്രമല്ല കേട്ടോ, ഒത്തിരി പേരോട് എനിക്ക് ഇങ്ങനൊരു കാര്യം സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം സാദരം ക്ഷമിക്കുക. ഭഗവാനോർത്ത് എന്നോട് ക്ഷമിക്കുക. കുറേ ഗുരുവര്യന്മാരൊക്കെ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. വളരെ ദിവ്യാത്മസ്വരൂപരായിട്ടുള്ള ഒത്തിരി നല്ല നല്ല സോൾസ് ഇതിലുള്ള എല്ലാവരും വളരെ സെലക്റ്റീവാണ്. അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സോറി ഫോർ ദാറ്റ്. അപ്പം എല്ലാവർക്കും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി പുതിയൊരു തുടക്കമാവട്ടെ. നന്ദി, നമസ്കാരം.